ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഇൻട്രോ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇന്ന് നമ്മളൊരു കേരള സ്റ്റോറിലാണ് പോകുന്നത്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ ഈ ഇടയ്ക്കായിട്ട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ ചെന്നപ്പം കുറേ പേരുടെ ഡൗട്ടാണ്, കാനഡയിൽ വല്ലതും കേരളത്തിൽ കിട്ടുന്ന ഐറ്റംസ് എല്ലാം കിട്ടുമോ എന്ന്. അപ്പോൾ അതിനെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഫൈനലി നമ്മളിതാ സ്റ്റോറിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഇപ്പം ഞാൻ സ്റ്റോർ കാണിക്കാം. വിനായക് ഗ്രോസറി ശ്രീലങ്കൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ കേരള സ്റ്റോർ. ഓക്കെ, അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ തന്നെ നമുക്കിനി സ്റ്റോർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാം. അപ്പം എടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ ഇവിടുത്തെ ഓണറിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കട്ടെ എന്ന്. ഓക്കെ, നമുക്ക് ഇനി ഓരോ അറ്റത്തു നിന്ന് അങ്ങ് തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ എന്താണ് വെച്ചേക്കുന്നത്, ഇവിടെ കുറേ പപ്പടം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ഇതെന്ന് പറയുന്നത് കുറേ അപ്പച്ചട്ടികളുണ്ട്, സാധാ ക്ലേ മോഡൽ ചട്ടിയുണ്ട്. പിന്നീട് എന്താ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന വെസൽസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം 29.99, 23.99 അവരതിൻ്റെ റേറ്റ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന അതേപോലെ തന്നെ അത്രയും ചെറിയ ഉള്ളിയുണ്ട്, പഴമുണ്ട്, കുറേ അധികം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രമുണ്ട്. ഇത് നമ്മൾ ഡെക്കറേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഉരുളിയാണ്. ഇത് പിന്നീട് ഞാൻ മേടിക്കാൻ വേണ്ടി നോക്കി വെച്ചേക്കുന്ന ഒരു ഐറ്റമാണ്. കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടെ ലഡു ഇരിക്കുന്നത് കണ്ടത്. അതിൻ്റെ കൂട്ടത്തിലായിട്ട് തന്നെ എരിയുള്ള മസാല പീനട്ടുണ്ട്, മൈസൂർ പാർക്കുണ്ട്. അപ്പോൾ പിന്നീട് എന്താണ് നമ്മളുടെ എല്ലാ ടൈപ്പ് ഓയിൽസ്, ജാസ്മിൻ്റെ ഒക്കെ ഓയിൽസൊക്കെ ഇവിടെ ഉണ്ട്, പാരച്യൂട്ടിൻ്റെ. പിന്നെ കുറേ കമ്മലുകളുണ്ട്, അതുപോലെ തന്നെ വിളക്ക്, അതെല്ലാം ഇവിടെ കിട്ടുന്നതാണ്. ഇതാണ് കടയുടെ ഓണർ. അങ്ങനെ എവിടെ നിന്നാണ്? ഓക്കെ ഓക്കെ, ആണോ? ആ ശരി, താങ്ക്സ് അങ്കിൾ വീഡിയോ എടുക്കാൻ സമ്മതിച്ചു. അപ്പോൾ ഇനി മെയിനായിട്ട് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ബോൺവിറ്റ, ബൂസ്റ്റ്, ഹോർലിക്സ്, അതുപോലെ തന്നെ കാഡ്ബറിയുടെ ചോക്ലേറ്റ് പൗഡർ, ഇതെല്ലാം ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി പലതരം അച്ചാറുകൾ ഇവിടെ ഉണ്ട്. ബീഫ്, ഫിഷ്, പ്രോൺസ്, അതുപോലെ തന്നെ മാംഗോ, ഈസ്റ്റേണിൻ്റെ ഉണ്ട്, കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഉണ്ട്, ഡബിൾ ഹൂഡ്സിൻ്റെ ഉണ്ട്, എല്ലാ വെറൈറ്റീസും ഉണ്ട്. അപ്പം ബീഫും ഫിഷ് പിക്കിളും എനിക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ട്, അത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ റാഗി പൗഡർ മേടിക്കാറുണ്ട്, ഇത് റാഗിയുടെ സീഡാണ്. പിന്നെ എല്ലാ ടൈപ്പ് മസാലകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എടുക്കുന്നത്, റൈസ് പാലട. ഓക്കെ, ഇതിൻ്റെ ചെറുതുണ്ട്, അതുപോലെ തന്നെ ചെറുതിന് എത്രയാണ് 3.99, വലുതിൻ്റെ വലിയ പാക്കറ്റിന് 4.99 ആണ് പാലട. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് എന്തായാലും ഇപ്പം നമ്മൾ മേടിക്കുന്നില്ല, പിന്നീട് മേടിക്കാം. അപ്പോൾ ചമ്മന്തി പൊടികളെല്ലാം ഇവിടെ ഉണ്ട്, അതായത് കോക്കനട്ട് ചട്നി പൗഡർ, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചട്നി പൗഡർ, എനിക്ക് തോന്നുന്നത് അത് ഉഴുന്നുപൊടിയാണ്. അപ്പം ഫ്രോസൺ ആയിട്ടുള്ള മുരിങ്ങയ്ക്ക കിട്ടി, അപ്പോൾ അതൊരു പാക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് $4.99. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനുകളും ഇവിടെ ഫ്രോസൺ ആയിട്ട് കിട്ടും. അപ്പോൾ എന്താണ് ആകൂലി, അതുപോലെ തന്നെ കരിമീൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കരിമീൻ കണ്ടായിരുന്നു, ഇപ്രാവശ്യം കാണുന്നില്ല. പിന്നീട് എന്താ വേറെ ഏതാണെന്ന് നോക്കട്ടെ, ചെറിയ നെത്തോലി വരെ കണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം. അപ്പോൾ എല്ലാം ഉണ്ട്, മാക്രലുണ്ട്. അപ്പോൾ ഇവിടെ മിക്കുള്ള സംഭവങ്ങളും ഫ്രോസൺ ആയിട്ട് കിട്ടും. മലബാർ പൊറോട്ട ഉണ്ട്, അതുപോലെ ഇടിയപ്പം ഉണ്ട്, പിന്നീട് ജാക്ക് ഫ്രൂട്ട് സീഡ്. ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഹീറ്റ് ചെയ്താൽ മതി. അതുപോലെ ഫ്രോസൺ ടപ്പിയൊക്കെ ഇവിടെ കിട്ടുന്നതാണ്, ഗ്രേറ്റഡ് കോക്കനട്ട്. അപ്പോൾ ഇതാണ് ഞാൻ മേടിക്കുന്ന ബ്രാൻഡ്. അതുപോലെ തന്നെ സാമ്പാറിൻ്റെ മിക്സൊക്കെ ഞാനിവിടെ കണ്ടു.
അപ്പോൾ ഇത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫ്രോസൺ ആയിട്ടുള്ള ബനാന ലീഫാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയായിരുന്നു. വളരെ നല്ല പ്രൊഡക്റ്റാണ്. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു വാഴയിലൊക്കെ കാണുമ്പോഴത്തേക്ക്. ടൊറൻറ്റോയിൽ വെച്ച് എനിക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരു ശ്രീലങ്കൻ സ്റ്റോറിൽ നിന്ന് ഫുള്ളായിട്ടുള്ള ഒറിജിനൽ വാഴയില കിട്ടിയായിരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടി കഴിച്ചായിരുന്നു ഒരു ദിവസം. ഇവിടെയും അങ്ങനെ കിട്ടുമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇവിടെ പല ടൈപ്പ് തന്തൂരി ചിക്കൻ, അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് മസാലകളും കിട്ടും. എല്ലാ ബ്രാൻഡിൻ്റെ സാറാസ് കിച്ചൻ ട്രഷേഴ്സ് ഉണ്ട്, ഡബിൾ ഹോട്ട്സിൻ്റെ ഉണ്ട്, എല്ലാ വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ട് കണ്ട് പോവാം. അപ്പോൾ കായത്തിൻ്റെ എല്ലാ ബ്രാൻഡിൻ്റെ പൊടികളും ഉണ്ട്. ആച്ചിയുടെ ഉണ്ട്, LG ഉണ്ട്. പിന്നീട് എന്താണ് കായത്തിൻ്റെ വലിയതായിട്ട് ഉപയോഗിക്കുന്ന കേക്ക് പോലെയുള്ള ഷേപ്പും ഉണ്ട്. പിന്നെ കസ്റ്റാർഡ് പൗഡർ, എസൻസ്, ഇതെല്ലാം ഇവിടെ കിട്ടും. ചന്ദ്രികയുടെ സോപ്പ് മേക്കർ. എല്ലാ കമ്പനിയുടെ ഉണ്ട്. നാട്ടിൽ ബ്രാഹ്മിൻസ്, ഡബിൾ കോട്ട്സ്, പൊന്നി റൈസിന് 24 പോയിൻറ്റ്, പൊന്നി റൈസിനല്ലേ, 24.99. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. കണ്ണൻ ദേവനുണ്ട്, ABT ഉണ്ട്, 9.99. മുറുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും ചുമന്നുകൊണ്ട് നാട്ടിൽ നിന്ന് വരേണ്ട ആവശ്യമില്ല. ഹായ് അച്ചപ്പം ഉണ്ട്. അച്ചപ്പത്തിന് 3.99 ആണ്. ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം, മിക്ചർ, അവിലോസ് കൂടി 5.99. മുറുക്കിൻ്റെ ഒക്കെ വെറൈറ്റി ഉണ്ട്. കപ്പലണ്ടി മിഠായി, കപ്പലണ്ടി മിഠായിൻ്റെ ചെറുതും ഉണ്ട്, 3.99. മുറുക്ക്, മാഗി, മട്ട റൈസ്, ചിപ്സ്,
ശർക്കര വരട്ടി, കേക്ക്, ആക്ച്വലി ഒരുവിധം ഉള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ജീരക മുട്ടായി വരെ ഉണ്ട്. നമുക്ക് വേണ്ടുന്നത് വന്ന് ഡബിൾ ഹോട്ട്സിൻ്റെ എല്ലാ പൊടികളും ഉണ്ട്. ചില്ലി, ലൈറ്റിൻ്റെ ഇടിയപ്പമാണ്. ഇടിയപ്പത്തിൻ്റെ പൊടി തിരക്കാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ചില്ലി ഇതിന് എത്രയാണ്? 5.99. ചേട്ടാ ഡബിൾ ഹോട്ട്സിൻ്റെ കൂടെ ഉണ്ടോ എന്ന് നോക്ക്, ഇടിയപ്പത്തിൻ്റെ. അല്ലെങ്കിൽ ലൈറ്റ് എടുക്കാം. ദോശയുടെ പൊടിയാണ്, ബ്രാഹ്മിൻസ്. ഓക്കെ, ഇതിനെത്ര? 6.99. അതുപോലെ എല്ലാ പൊടികളും ഉണ്ട്. ഇതൊരു കിടിലൻ സംഭവമാണ്, ഡബിൾ ഹോട്ട്സ്. ഇതാണോ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആണോ മേടിച്ചതെന്ന് അറിയത്തില്ല. ഈസി പാലപ്പം മിക്സ്. ഇതായിട്ട് നമുക്ക് അടിപൊളി പാലപ്പം ഉണ്ടാക്കാം. ആക്ച്വലി ഇതിൻ്റെ തന്നെ അല്ലേ ഞാൻ ഉണ്ടാക്കിയത്, അതോ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആണോ? ഇവിടുന്ന് തന്നെയാണ് മേടിച്ചത് കേട്ടോ. ശരി, എനിക്കത് എടുത്തോ. പിന്നെ ഡബിൾ ഹോട്ട്സിൻ്റെ പുട്ടുപൊടിയുണ്ട്. ആക്ച്വലി 5.99 ആണ്. ഇതാണ് ഞാൻ മേടിച്ചത്, വൈറ്റ് പുട്ടുപൊടി. എനിക്ക് വെള്ളപ്പുട്ടാണ് ഇഷ്ടം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതാണ് ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയത്. ഇത് വെച്ചാൽ നമുക്ക് അടിപൊളി പുട്ടുണ്ടാക്കാം. 5.99. ശർക്കര കിട്ടിയോ? ജാഗ്രി. ശർക്കര തിരക്കിയാണ്. ഇത് 1 കിലോ. ചെറിയ ശർക്കര എടുക്ക്. 8.99. ശർക്കര തിരക്കിയാണ് വന്നത്. ബട്ട് നമുക്ക് മറ്റേതിന് 8.99, ഇതിന് 6.99. ആക്ച്വലി ഇതിന് പൊടിയായിട്ട് തന്നെ ഉണ്ട്. ഇതാ നല്ലത്. ഇത് വെച്ചാലോ. ഇനി ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കുന്ന എല്ലാ സംഭവങ്ങളും, അതായത് വാഴയ്ക്കാപ്പം, പോണ്ട, ഇതെല്ലാം. ഇവിടെ ഫിഷ് കറി വരെ കിട്ടും, ഗ്രേവി ഫ്രോസൺ ആയിട്ട്. ഇത് നമുക്ക് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. സാമ്പാർ, കൊത്തു പൊറോട്ട ഉണ്ട്, പിന്നെന്താ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള കട്ട്ലൈറ്റ് ഉണ്ട്, പപ്സ്, വെജിറ്റബിളുണ്ട്. അപ്പം കാൽഗറി വന്നിട്ട് പുതിയതായിട്ട് വരുന്നവർക്ക് കുക്കറൊന്നും വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ വന്ന് കുക്കർ മേടിക്കാം. പ്രസ്റ്റീജിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ പ്രീതിയുടെ മിക്സി എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലൻ ഒരു സംഭവമാണ്. പക്ഷേ ഇത് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് കറിയാപ്പലയാണ്. കറി ലീവ്സ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി കറിയാപ്പല മേടിച്ചുകൊണ്ട് പോയായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. പിന്നെ ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ ബാറ്റർ ഉണ്ട്. താങ്ക്സ് അങ്കിൾ. അപ്പോൾ കാൽഗറിയിലുള്ള മിക്കുള്ളവർക്കും ഈ കടയെക്കുറിച്ച് അറിയായിരിക്കും. അപ്പോൾ ന്യൂ ഇമിഗ്രൻസും അതേപോലെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെല്ലാം ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റോർ വന്ന് ചെക്ക് ചെയ്യുക. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത് അമ്പലത്തിൽ പോവുകയാണ്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അമ്പലം ഉള്ളത്. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ അമ്പലം ഇപ്പോൾ
ഏകദേശം 6 മണിയായിട്ടുണ്ട്. ആക്ച്വലി അമ്പലം തുറക്കുന്നത് 6:30-ക്കാണ്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം അവിടെ അമ്പലം തുറന്നിട്ടുണ്ടോയെന്ന്. പക്ഷെ അമ്പലം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുവാണ് ഇപ്പം. ശരിയെങ്കിൽ ബൈ ബൈ.